ഡേറ്റ മൈനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നൊരു പുതിയ ടോപ്പിക്കാണ്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് ഡേറ്റ മൈനിങ്ങിൻ്റെ ടാസ്കുകളിൽ ഡേറ്റ പ്രീ പ്രോസസ്സിങ് എന്താണ്, പ്രീ പ്രോസസ്സിങ്ങിനുള്ള എന്തൊക്കെ ടെക്നിക്സ് വരും, ആ ഓരോ ടെക്നിക്കിൽ ഫസ്റ്റ് ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ, ഡേറ്റ റിഡക്ഷൻ, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, 4 എണ്ണത്തിൽ ഡേറ്റ ക്ലീനിങ് എന്താണെന്നും അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ ഏതാണെന്നും ഓരോ ടെക്നിക്കിനകത്തുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് ടെക്നിക്കായ ഡേറ്റ ഇൻ്റഗ്രേഷനാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഡേറ്റ ഇൻ്റഗ്രേഷൻ പ്രീവിയസ് വീഡിയോയിൽ വളരെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഡേറ്റ ഇൻ്റഗ്രേഷൻ വേറെ ഒന്നുമില്ല, മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സിൽ നിന്ന് ഡേറ്റയെ കളക്ട് ചെയ്ത് അതിനെ ഒരു സോഴ്സിലേക്ക് മേർജ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ ഇൻ്റഗ്രേഷൻ ഈസ് ദ മേർജിങ് ഓഫ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസ്. ഇനി ഈ ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് കെയറോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഡേറ്റ സെറ്റിൻ്റെ റിഡൻഡൻസിയും ഇൻകൺസിസ്റ്റൻസിയും റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനോ പറ്റുന്നതാണ്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സിൽ നിന്ന് ഡേറ്റയെ ഒരു സോഴ്സിലേക്ക് മേർജ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് വളരെയധികം കെയർഫുള്ളായിട്ട് ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റിഡൻഡൻസി കുറയ്ക്കാം. അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻസിയും നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് ഡേറ്റ സെറ്റിലുള്ള റിഡൻഡൻസി, ഇൻകൺസിസ്റ്റൻസി ഒക്കെ മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റിഡൻഡൻസി, ഇൻകൺസിസ്റ്റൻസി ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആക്യുറസിയും സ്പീഡും കൂട്ടാൻ സാധിക്കും. അതായത് ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ ആക്യുറസിയും ആ ഒരു ഡേറ്റ മൈനിങ് പ്രോസസ്സ് ചെയ്യുന്ന സ്പീഡും നമുക്ക് സ്പീഡ് കൂട്ടാനും ആക്യുറസി കൂട്ടാനും കഴിയുന്നതാണ്. അപ്പോൾ ഡേറ്റ ഇൻ്റഗ്രേഷൻ ഈസ് ദ merging ഓഫ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസ്. By careful integration of data from different sources, we can reduce or avoid redundancies and inconsistency in the resultant database. It will increase the accuracy and speed of data mining process. ഇത്രയാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി ഡേറ്റ പല സോഴ്സിൽ നമ്മൾ ഡേറ്റ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് വരുന്ന ഡിഫറെൻറ്റ് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ദ ചാലഞ്ചസ് ഇൻ ഡേറ്റ ഇൻ്റഗ്രേഷൻ ആർ മെയിൻലി 4 ചാലഞ്ചസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം. സെക്കൻഡ് വൺ, റിഡൻഡൻസി ആൻഡ് കോറിലേഷൻ അനാലിസിസ്. തേർഡ് വൺ, ടുപ്പിൾ ഐഡൻറ്റിഫിക്കേഷൻ. ഫോർത്ത് വൺ, ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ ഈ 4 ചലഞ്ചസും ഇൻ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഈ ചാലഞ്ചസ് ഒക്കെ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും അനാലിസിസ് മെത്തേഡ് ഉണ്ടെങ്കിൽ അതും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഡേറ്റ ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലമാണ്. എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ഒരു ഡേറ്റ സെറ്റോ അല്ലെങ്കിൽ ഒരു ഡേറ്റ ബേസോ ഒക്കെ ഇടുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡേറ്റാ ബേസ് എടുത്താൽ ഒരു കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാ ബേസ്, അതിനുള്ളിൽ എന്തൊക്കെയായിരിക്കും എൻറ്റിറ്റി? ഇപ്പോൾ കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, അതുപോലെ കസ്റ്റമറിൻ്റെ അഡ്രസ്സ്, കസ്റ്റമർ വാങ്ങിയ പ്രോഡക്റ്റ്, അതുപോലെ പ്രോഡക്റ്റ് ID, പ്രോഡക്റ്റ് നെയിം, പ്രോഡക്റ്റ് പ്രൈസ്, ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് കാണും. ഈ ഓരോ ഇൻഡിവിജ്വൽ ഡീറ്റെയിലിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ആക്ച്വലി ഹൗ ക്യാൻ ഇക്വലൻറ്റ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഫ്രം മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസ് ക്യാൻ ബി മാച്ച്ഡ് അപ്പ്. എന്നൂടെ പറയാം, എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലത്തിൽ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഹൗ ക്യാൻ ഇക്വലൻറ്റ് റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഫ്രം മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസ് ക്യാൻ ബി മാച്ച്ഡ് അപ്പ്. ഒന്നും മനസ്സിലായി കാണത്തില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റ സെറ്റ് ഞാൻ എടുത്തു. ഓക്കെ, അതിനുള്ളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡേറ്റാ ബേസിനകത്ത് കസ്റ്റമർ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർക്ക് കുറച്ച് പ്രോഡക്ട്സ് കാണും, അവർക്ക് കസ്റ്റമർ കാണും. അപ്പോൾ കസ്റ്റമർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും, എൻറ്റിറ്റീസ് ആയിരിക്കും കസ്റ്റമറിനുള്ളത്. അതുപോലെ പ്രോഡക്റ്റിന് എന്തൊക്കെ എൻറ്റിറ്റീസ് കാണും? പ്രോഡക്റ്റ് ID, പ്രോഡക്റ്റ് നെയിം, പ്രോഡക്റ്റ് പ്രൈസ്, അങ്ങനെയുള്ള കുറച്ച് എൻറ്റിറ്റീസ് കാണും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേറ്റാബേസിനെയും
വേറെ ഒരു ഡേറ്റ സെറ്റിനെയും കൂടെ ഞാൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഡേറ്റ ബേസ് ആണ് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ. ഇനി ഞാൻ അതിനോടൊപ്പം ഇപ്പം ഞാനൊരു ഡേറ്റ സെറ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫറെൻറ്റ് ഡേറ്റ സോഴ്സുകളിൽ നിന്നുള്ള ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പം ഞാൻ രണ്ടാമത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് വേറൊരു ഡേറ്റ സെറ്റാണ്. അതിലൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻറ്റിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ നമ്പർ, കസ്റ്റമർ നെയിം, അതുപോലെ പ്രോഡക്റ്റ് നമ്പർ, പ്രോഡക്റ്റ് നെയിം, ഇങ്ങനെ കുറച്ച് എൻറ്റിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ സോഴ്സുകളെയും കൂടെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, പ്രോഡക്റ്റ് ID, പ്രോഡക്റ്റ് നെയിം, ഇങ്ങനെയുള്ള കുറച്ച് എൻറ്റിറ്റീസാണ് വന്നത്. രണ്ടാമത്തെ ഡേറ്റ സെറ്റിൽ കസ്റ്റമർ നമ്പർ, കസ്റ്റമർ നെയിം, പ്രോഡക്റ്റ് നമ്പർ, പ്രോഡക്റ്റ് നെയിം. അപ്പോൾ കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിലെ കസ്റ്റമർ ID, പ്രോഡക്റ്റ് ID എന്ന് പറയുന്നത് രണ്ടാമത് പറഞ്ഞ ഡേറ്റ സോഴ്സിലെ കസ്റ്റമർ നമ്പർ, പ്രോഡക്റ്റ് നമ്പറിന് ഇക്വലൻ്റ് ആണെന്നല്ലേ. അങ്ങനെ നമുക്ക് നോർമലി ആലോചിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇതൊരു ഡേറ്റ സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ എൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? അതായത് വെദർ ദ കസ്റ്റമർ ID ഓഫ് ദ ഫസ്റ്റ് ഡേറ്റ സെറ്റ് ഈസ് ഇക്വലൻ്റ് ടു ദ കസ്റ്റമർ നമ്പർ ഓഫ് ദ സെക്കൻഡ് ഡേറ്റ സെറ്റ്. Similarly, whether the product ID of the first data set is equal to the product number of the second data set. ഇതൊരു കൺഫ്യൂഷൻ അല്ലേ? അപ്പോൾ എൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൊരു പ്രോബ്ലം അവിടെ വന്നില്ലേ? ഇതിനെയാണ് എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത്രയുള്ള സംഭവം. അപ്പോൾ അടുത്തത് സെക്കൻഡ് ഡേറ്റ ഇൻ്റഗ്രേഷൻ്റെ രണ്ടാമത്തെ ചാലഞ്ചാണ്. രണ്ടാമത്തെ ചാലഞ്ച് നമ്മൾ പറഞ്ഞു റിഡൻഡൻസി ആൻഡ് കോറിലേഷൻ അനാലിസിസ്. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പല പല സോഴ്സിൽ നിന്നുള്ള ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടൈപ്പ് ഡേറ്റ തന്നെ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു നെറ്റിൽ സെർച്ച് ചെയ്യണമെന്ന് വയ്ക്കുക, എന്തെങ്കിലും ഒരു സംഭവം അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു 10 സൈറ്റ് അവൈലബിൾ ആയി. ആ 10 സൈറ്റിലും കോമൺ ആയിട്ട് എന്തെങ്കിലും കാര്യം കാണത്തില്ലേ? ഒരു കണ്ടന്റ് സെർച്ച് ചെയ്യുമ്പോൾ ആ 10 സൈറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 10 സൈറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 എണ്ണത്തിലെങ്കിലും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും കാണും. അപ്പോൾ ഞാൻ ആ കോമൺ ആയിട്ടുള്ള പോയിന്റ് വരെ പിന്നെയും എഴുതിക്കൊണ്ടിരുന്ന എന്ത് പറ്റും? ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ, അതർവൈസ് കോൾഡ് റിഡൻഡൻസി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ റിഡൻഡൻസി എന്ന് പറയുന്നതാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഇനി റിഡൻഡൻസി എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? അതായത് നമ്മുടെ ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ ഡേറ്റ സോഴ്സ്, ഡേറ്റ മൈനിങ്ങിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ സോഴ്സ് വെദർ ഇറ്റ് ഈസ് റിഡൻഡൻറ്റ് ഓർ നോട്ട്, അത് റിഡൻഡൻസി വന്ന ഡേറ്റ സെറ്റ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ റിഡൻഡൻസി ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിഡൻഡൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സം റിഡൻഡൻസി ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ കോറിലേഷൻ അനാലിസിസ് ആസ് ഐ ടോൾഡ് ഏർലിയർ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്ത് റിഡൻഡൻസി ഡിറ്റക്ട് ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഗിവൺ 2 attributes. Such analysis can measure how strongly one attribute implies the other based on the available data. ഒന്നുകൂടെ പറയാം. ഗിവൺ 2 attributes, നമുക്ക് 2 ആട്രിബ്യൂട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് ആൻഡ് വൈ 2 ആട്രിബ്യൂട്ട് എടുത്തു വയ്ക്കൂ. ഈ 2 എക്സ് ആൻഡ് വൈ എന്നുള്ള ആട്രിബ്യൂട്ടിനെ ഞാൻ എന്ത് ചെയ്യും? കോറിലേഷൻ അനാലിസിസിലേക്ക് കടത്തി കോറിലേഷൻ അനാലിസിസ് അതിൽ പെർഫോം ചെയ്യും. പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാവും? ഹൗ സ്ട്രോങ്ലി വൺ ആട്രിബ്യൂട്ട് ഇംപ്ലൈസ് ദ അതർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എക്സ് ആൻഡ് വൈ എന്നുള്ള 2 ആട്രിബ്യൂട്ട് എടുത്തിട്ട് എക്സ് ആൻഡ് വൈ എന്നുള്ള 2 ആട്രിബ്യൂട്ടിൽ ഞാൻ കോറിലേഷൻ അനാലിസിസ് ചെയ്താൽ എനിക്ക് മനസ്സിലാകും എക്സ് എന്ന ആട്രിബ്യൂട്ട് വൈ എന്ന ആട്രിബ്യൂട്ടുമായിട്ട് എത്രത്തോളം സ്ട്രോങ്ലി ബോണ്ടഡ് ആണ്, അല്ലെങ്കിൽ വൈ എന്ന ആട്രിബ്യൂട്ട് എക്സ് എന്ന ആട്രിബ്യൂട്ടുമായിട്ട് എത്രത്തോളം സ്ട്രോങ്ലി ബോണ്ടഡ് ആണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ അവർ രണ്ടുപേരും തമ്മിൽ എത്രത്തോളം റിഡൻഡൻസി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എക്സ് വൈ എന്നുള്ള കമ്പയർ ചെയ്തപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ്റെ വാല്യൂ ഒരു 5% ആണെന്ന് എനിക്കൊരു എക്സാമ്പിൾ. അതുപോലെ വേറെ ഒരു എക്സിനെയും ഇസഡിനെയും കമ്പയർ ചെയ്തപ്പോൾ എനിക്കൊരു 75% കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ഏതാണ്? എക്സും ഇസഡും. അപ്പോൾ എക്സ് ആൻഡ് ഇസഡ് 2 ആട്രിബ്യൂട്ടുകളും റിഡൻഡൻസി ഉള്ള ആട്രിബ്യൂട്ടാണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണ് അതിലുള്ളത് എന്നുള്ളതിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് അങ്ങനെ കൺക്ലൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു കോറിലേഷൻ അനാലിസിസിലൂടെ റിഡൻഡൻസി ഹൈ ആണെന്ന് മനസ്സിലായ ഉടനെ തന്നെ നമുക്ക് ആ ഒരു പോർഷനിൽ ഇൻ്റഗ്രേഷൻ നമുക്ക് റീവാലുവേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെയാണ് റിഡൻഡൻസിയെ കോറിലേഷൻ അനാലിസിസിലൂടെ നമുക്ക് റെഡ്യൂസ് അല്ലെങ്കിൽ റെഡ്യൂസ് അല്ല ആക്ച്വലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫോർ നോമിനൽ ഡേറ്റ ചൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് യൂസ്ഡ്. നോമിനൽ ഡേറ്റയിലാണെങ്കിൽ ചൈ സ്ക്വയർ എന്ന ഒരു ടെസ്റ്റ് യൂസ് ചെയ്താണ് കോറിലേഷൻ അനാലിസിസ് ചെയ്യുന്നത്. whereas for numeric data correlation coefficient and covariance are used. അപ്പം നോമിനൽ ഡേറ്റയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, നോമിനൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ സിമ്പിൾസോ നെയിമോ ഒക്കെ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഡേറ്റ, അങ്ങനത്തെ ഡേറ്റയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം കാറ്റഗറി, കോഡ്, അങ്ങനെയൊക്കെ ഉള്ള ഡേറ്റ ആട്രിബ്യൂട്ട്സിലാണ് നമുക്ക് കോറിലേഷൻ നമുക്ക് ഈ ഒരു റിഡൻഡൻസ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ we can use chi-square test for correlation analysis. chi-square test എന്താണെന്ന് വെച്ചിട്ട് പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. whereas നമുക്ക് ന്യൂമറിക് ആട്രിബ്യൂട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ന്യൂമറിക് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെമ്പറേച്ചർ എടുത്താൽ ടെമ്പറേച്ചറിന്റെ വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇപ്പോൾ 25 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രി. അപ്പോൾ നമ്പർ ആയിട്ടല്ലേ പറയുന്നത്, ക്വാണ്ടിറ്റീസ് ആയിട്ടല്ലേ പറയുന്നത്. അങ്ങനത്തെ ഒരു എക്സാമ്പിളിലാണെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് കോവേരിയൻസ് ആർ യൂസ്ഡ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചോളണം. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ടെസ്റ്റ് ചൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യാന്നുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ റിഡൻഡൻസി ആൻഡ് കോറിലേഷൻ അനാലിസിസിലെ ഫസ്റ്റ് നോമിനൽ ഡേറ്റയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ചൈ സ്ക്വയർ ടെസ്റ്റ് അല്ലെങ്കിൽ ചൈ സ്ക്വയർ കോറിലേഷൻ ടെസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഇതിനുള്ളിൽ സപ്പോസ് ആട്രിബ്യൂട്ട് എ എന്നൊരു ആട്രിബ്യൂട്ട് എടുക്കുക. എ എന്നൊരു ആട്രിബ്യൂട്ട് ഞാൻ എടുത്തു. എ എന്ന ആട്രിബ്യൂട്ടിന് സി ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A1, A2, A3 അങ്ങനെ സി ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് AC വരെ പോയിരിക്കുന്നത്. അതുപോലെ ഞാൻ എന്ത് ചെയ്തു? ബി എന്ന് വേറൊരു ആട്രിബ്യൂട്ട് എടുത്തു. അതിന് 6 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ട്. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? B1, B2, B3 etc. up to BR distinct values ആണ് ഉള്ളത്. So consider two attributes A and B. Attribute A has C distinct values such as A1, A2, A3 etc. up to AC. And attribute B has R distinct values such as B1, B2, B3 etc. up to BR. ഇതാണ് നമുക്ക് ഇനിഷ്യലി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? The data tuples described by A and B can be shown as a contingency table. നമുക്ക് ഇതിനെ ഒരു ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇതാണ് ആ ടേബിൾ. അപ്പോൾ എ എന്നുള്ള ആട്രിബ്യൂട്ട് ഇവിടെ ആയിരിക്കും, മുകളിലായിരിക്കും എഴുതാൻ പോകുന്നത്. ബി എന്ന ആട്രിബ്യൂട്ട് ഇവിടെ താഴേക്ക് എഴുതണം. അതായത് A1, A2 അങ്ങനെ AC വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ B1, B2, BR വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ടേബിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. The data tuples described by A and B, the attributes A and B can be shown as a contingency table with values of A making up the columns. നമുക്ക് കണ്ടാൽ മനസ്സിലാവും എയുടെ വാല്യൂസ് ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കോളം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എയുടെ വാല്യൂസ് ഏതൊക്കെ? A1, A2, A3 etc. up to AC. അതല്ലേ ഇവിടുത്തെ കോളം. A1, A2, A3 etc. up to AC എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോളംസ് ആണ്. And values of the attribute B making as the row of the table. ഇവിടെ B1, B2 etc. up to BR എന്ന് പറയുന്നത് നമ്മുടെ റോ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിള് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ ടേബിളിനെ പറയുന്ന പേരാണ് കണ്ടിജൻസി ടേബിൾ. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ എടുക്കുകയാണ് ലെറ്റ് AI, BJ denote the joint events that attribute A and A takes on value AI and attribute B takes on value BI. ഒന്നും കൂടെ പറഞ്ഞുതരാം. ചൈ സ്ക്വയർ മെത്തേഡ് നോമിനൽ ഡേറ്റയിൽ ചെയ്യുന്ന ചൈ സ്ക്വയർ മെത്തേഡിൽ A എന്ന B എന്ന രണ്ട് ആട്രിബ്യൂട്ട് ഞാൻ എടുത്തു. A എന്ന ആട്രിബ്യൂട്ടിൽ C ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഉണ്ട്. C ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്, C എന്ന് പറഞ്ഞാൽ നമ്മൾ N എന്നൊക്കെ പറയുന്ന പോലെയാണ്. A1, A2, A3 etc. up to AC. അതുപോലെ B എന്നുള്ള ഒരു ആട്രിബ്യൂട്ടിൽ
ഡിസ്റ്റിങ് വാല്യൂസ് ഉണ്ട്, B1 B2 B3 എക്സെട്ര അപ് ടു BR. നമുക്ക് ഈ എയും ബിയുടെ ആട്രിബ്യൂട്ട്സ് വെച്ചുകൊണ്ട് എ ബി എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു കണ്ടിജൻസി ടേബിൾ ഡ്രോ ചെയ്യാൻ പറ്റും. സച്ച് ദാറ്റ് ദ എ ആട്രിബ്യൂട്ട് മേക്സ് ദ കോളംസ് ആൻഡ് ബി ആട്രിബ്യൂട്ട് മേക്സ് ദ റോസ് ഓഫ് ദ ടേബിൾ. ഇതാണ് ആ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് AI, BJ be a object. ഞാനിവിടെ AI, BJ എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ഈവന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഒരു ജോയിന്റ് ഈവന്റ് ആണ്. Let AI, BJ be the denote the joint event that attribute A takes on the value AI. എയിലുള്ള ഏത് വാല്യൂ ആണെങ്കിലും ഐയുടെ വാല്യൂ 1 2 3 എക്സെട്ര അപ് ടു C വരെയുള്ള വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ A1 ആവാം, A2 ആവാം, A3 ആവാം, ഏത് വേണമെങ്കിലും. സിമിലർലി B takes the value BJ. ജെയുടെ വാല്യൂ 1 2 3 4 എക്സെട്ര അപ് ടു R വരെ വരാം. അത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചൈ സ്ക്വയർ വാല്യൂ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന്റെ ഫോർമുല ഇതാണ്. Chi square is equal to sigma I equal to 1 to C വരെ ഇല്ലേ, sigma J equal to 1 to R വരെ, OIJ minus EIJ the whole square divided by EIJ. ഇതായിരിക്കും നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്യാനുള്ളത്. ഇതിൽ OIJ എന്ന് പറയുന്നത്, OIJ എന്ന് വെച്ചാൽ ഒബ്സർവ്ഡ് വാല്യൂവും EIJ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. അപ്പോൾ ചൈ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to C. C എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂ ആണ്. സിഗ്മ J ഈക്വൽ ടു 1 to R. R is the number of distinct values in the B attribute. O of ij minus E of ij the whole square divided by E of ij, where O of ij is the observed value and E of ij is the expected value. അപ്പോൾ നമുക്ക് ഈക്വേഷൻ എങ്ങനെ പറയാം? സിഗ്മ I ഈക്വൽ ടു 1 to C, സിഗ്മ J ഈക്വൽ ടു 1 to R, observed value minus expected value the whole square divided by E of expected value, E of ij expected value. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് വേറെ പ്രോബ്ലംസ് വന്നാൽ സോൾവ് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ O of ij ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് വാല്യൂ ഓർ ആക്ച്വൽ കൗണ്ട് ആൻഡ് E of ij ഈസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ. E of ij കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്, അപ്പോൾ അത് എഴുതിയിടാം. O of ij എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആക്ച്വൽ കൗണ്ട് ആണ്. അതുപോലെ ഈ E of ij നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ E of ij is equal to count of A equal to A of I. A നമ്മുടെ കേസ് A of I ഏതാണോ അത് ഇൻറ്റു count of B equal to B of J the whole divided by N. ഇതാണ് നമ്മുടെ E of ij യുടെ ഫോർമുല. ഇതിൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേറ്റ ട്യൂപ്പിൾസ്, വേർ N ഈസ് ദ നമ്പർ ഓഫ് ഡേറ്റ ട്യൂപ്പിൾസ്. N ഡേറ്റ ട്യൂപ്പിൾസിന്റെ എണ്ണമാണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്. നമുക്കപ്പോൾ ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിലേക്ക് പോകാം. സപ്പോസ് ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് 1500 പീപ്പിൾ വാസ് സർവേഡ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 1500 ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പിൽ മൊത്തം നമുക്ക് 1500 ആൾക്കാരുണ്ട്. ഈ 1500 ആൾക്കാരിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്തു. ദ ജെൻഡർ ഓഫ് ഈച്ച് പേഴ്സൺ വാസ് നോട്ടഡ്. ഓരോ ഈ 1500 പേര് സർവേ ചെയ്തപ്പോൾ ഓരോ ആൾക്കാരുടെയും ജെൻഡർ ഏതാണെന്നുള്ള നോട്ട് ചെയ്തു. വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ, അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ദ ജെൻഡർ ഓഫ് ഈച്ച് പേഴ്സൺ വാസ് നോട്ടഡ്. അത് പറഞ്ഞു. ഈച്ച് പേഴ്സൺ വാസ് റോൾഡ് ആസ് ടു വെദർ ഹിസ് ഓർ ഹെർ preferred type of reading material was a fiction or non-fiction. അതായത് ഓരോ ആൾക്കാരിലും നമ്മൾ സർവേ നടത്തിയത്, ഈ 1500 പേരിൽ നമ്മൾ സർവേ നടത്തിയത്
ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളിനും ഏത് ടൈപ്പ് ബുക്ക് വായിക്കാനാണ് ഇഷ്ടം എന്ന് കണ്ടുപിടിക്കാനാണ്. ഫിക്ഷൻ ബുക്കാണോ നോൺ ഫിക്ഷൻ ബുക്ക് വായിക്കാനാണോ ഇഷ്ടം, അതായത് ഏത് ടൈപ്പ് റീഡിംഗ് മെറ്റീരിയൽ ആണ് ഓരോ ഇൻഡിവിജ്വലിനും ഇഷ്ടം, വെദർ ഇറ്റ് ഈസ് ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സർവേ ആണ് 1500 പേരിൽ നടത്തിയത്. Thus we have two attributes, gender and preferred reading. അപ്പൊ നമുക്കിവിടെ എത്ര ആട്രിബ്യൂട്ട് ഉണ്ട്, നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? 1500 പേര് നമ്മൾ സർവേ നടത്തിയപ്പോ നമ്മൾ ഈ 1500 പേരിൽ നമ്മൾ 2 കാര്യങ്ങളാണ് നോട്ട് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓരോരുത്തരുടെയും ജെൻഡർ നോക്കി, വെദർ ഇറ്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ, അല്ലേ? മെയിൽ ആണോ ഫീമെയിൽ ആണോ ജെൻഡർ നോക്കി. അതുപോലെ പിന്നെ എന്ത് നമ്മൾ നോക്കി, നമ്മളല്ലേ സർവേ നടത്തിയ പിന്നെ എന്ത് നോക്കി, ഏത് ടൈപ്പ് റീഡിംഗ് മെറ്റീരിയൽ ആണ് ഇഷ്ടം, ഏത് റീഡിംഗ് മെറ്റീരിയൽ ആണ് പ്രിഫർ ചെയ്യുന്നത്, വെദർ ഇറ്റ് ഈസ് ഫിക്ഷൻ ഓർ നോൺ ഫിക്ഷൻ. അപ്പോൾ ജെൻഡർ ആൻഡ് റീഡിംഗ് മെറ്റീരിയൽ വാസ് അവർ കൺസ്ട്രെയിൻ. അതാണ് അപ്പൊ ഇവിടുത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഓക്കെ ആയി. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഓർ കൗണ്ട് ഓഫ് ഈച്ച് പോസിബിൾ ജോയിൻ ഈവൻ ഈസ് സമ്മറൈസ്ഡ് ഇൻ ദ കണ്ടിജൻസി ടേബിൾ. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി താഴെ പറഞ്ഞിരിക്കുന്ന ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ ക്വസ്റ്റ്യനിലുണ്ട്, വരയ്ക്കാം. മെയിൽ, ഫീമെയിൽ, ടോട്ടൽ, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ടോട്ടൽ. മെയിലിൽ പറഞ്ഞിരിക്കുന്നത് 250, ഫീമെയിൽ പറഞ്ഞിരിക്കുന്നത് 200, ടോട്ടൽ അപ്പോൾ എത്രയായി 450. നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. നോൺ ഫിക്ഷൻ ഇസ് 50, ഫീമെയിലിന് 1000, സോ 1050. ടോട്ടൽ 250 plus 50 300, 200 plus 1000 1200, 450 plus 1050 1500. ഈ 1500 എന്ന് പറയുന്നത് ഈ ഇവിടെ വരുന്ന ടോട്ടൽ എപ്പോഴും നമ്മുടെ ടോട്ടൽ സർവേ ചെയ്ത ആൾക്കാരുടെ എണ്ണം ഈക്വൽ ആയിരിക്കും. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഫീമെയിൽ മെയിലിന്റെ ടോട്ടൽ എടുത്തതും അതുപോലെ ഫിക്ഷൻ നോൺ ഫിക്ഷൻ ടോട്ടൽ എടുക്കുന്നത്, ആ 2 നമ്പർ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഇവിടെ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. 1200 plus 300 equal to 1500. കോളം വൈസ് നോക്കിയാൽ 450 plus 1050 equal to 1500. ഇത് നമ്മൾ സർവേ ചെയ്ത ആ സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്, 90, then 210, 840, 360. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. Suppose that a group of 1500 people was surveyed. The gender of each person was noted. Each person was rolled as to whether his or her preferred type of reading material was fiction or non-fiction. Thus we have 2 attributes. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. ബാക്കി നമ്മൾ പറയുന്നത് just we have 2 attributes. നമ്മളപ്പോൾ 2 attribute എടുത്തു. ജെൻഡർ, റീഡിംഗ് മെറ്റീരിയൽ. ജെൻഡറിൽ മെയിൽ ഫീമെയിൽ ഉണ്ട്, റീഡിംഗ് മെറ്റീരിയലിൽ ഫിക്ഷൻ നോൺ ഫിക്ഷൻ ഉണ്ട്. ദെൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഇവിടുത്തെ നമുക്ക് ചൈ സ്ക്വയർ ടെസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിരുന്നാൽ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സർവേ ചെയ്ത ആൾക്കാരുടെ എണ്ണമായിരിക്കും. അതൊരു പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനുള്ളിൽ അല്ലാതെ കൊടുത്തിട്ടില്ല, അതായത് 250, 200, 50, 1000 എന്നൊക്കെ പറയുന്ന വാല്യൂസ്. ഇതാണ് നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറയുന്നത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ OIJ എന്ന് പറഞ്ഞ് എഴുതി തൊട്ട് മുന്നേ ഫോർമുലയില്ലേ, അതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്നൊരു സംഭവം ഉണ്ട് ഓർമ്മയിൽ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അതാണ് ഈ എഴുതിയിരിക്കുന്നത്, ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബ്രാക്കറ്റിനുള്ളിൽ ചില ക്വസ്റ്റ്യൻസിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചൈ സ്ക്വയർ ടെസ്റ്റ് ഇവിടെ പെർഫോം ചെയ്യാം. ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മെയിലിന്റെ കൗണ്ട്, മെയിൽ ഫീമെയിൽ ടോട്ടൽ, അതുപോലെ ഫിക്ഷൻ നോൺ ഫിക്ഷൻ ടോട്ടൽ. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെറുതാക്കി വെച്ചാൽ സാധിക്കാത്തുണ്ട്. മെയിൽ ഫീമെയിൽ ടോട്ടൽ, അതായത് മെയിലായിട്ടുള്ള ആൾക്കാർ ഫിക്ഷൻ വായിക്കുന്നത് 250 ആൾക്കാരാണ്, ഫീമെയിൽ ആയിട്ട് ഫിക്ഷൻ വായിക്കുന്നത് 200. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 450 ആയിരിക്കും. അതുപോലെ മെയിലായിട്ട് നോൺ ഫിക്ഷൻ മെറ്റീരിയൽ പ്രിഫർ ചെയ്യുന്നവർ 50,
ഫീമെയിൽ നോൺ ഫിക്ഷൻ പ്രിഫർ ചെയ്യുന്നത് 1000. സോ സം ചെയ്യുമ്പോൾ 1050. ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ ടോട്ടൽ. മെയിൽ ആയിട്ടുള്ള ടോട്ടൽ എത്ര 300 ഉണ്ട്, ഫീമെയിൽ ആയിട്ടുള്ള 200 പ്ലസ് 1200 ഉണ്ട്. ഓവറോൾ ടോട്ടൽ വിൽ ബി 1500. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഈ 1500 സർവേ ചെയ്ത ടോട്ടൽ മെമ്പേഴ്സിന്റെ നമ്പർ ആയിരിക്കും. ദെൻ ഈ 250, 200, 50,000 എന്ന് കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യനുള്ള വാല്യൂസ് ആയിരുന്നു. ദാറ്റ് വുഡ് ബി ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഓർ ഒബ്സർവ്ഡ് കൗണ്ട്. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല എന്തായിരുന്നു ചൈ സ്ക്വയറിന്റെ? Chi square equal to sigma I equal to 1 to C, sigma J equal to 1 to R, observed minus expected the whole square divided by expected. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഫോർമുലയിലുള്ള ഒബ്സർവ്ഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് കണ്ടുപിടിക്കണം. തൊട്ട് മുന്നേ ഞാൻ എഴുതിയ ടേബിളിൽ എക്സ്പെക്റ്റഡ് കൊടുത്തിരുന്നു. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റഡ് തരത്തില്ല. തന്നില്ല എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പെക്റ്റഡ് ഇല്ലാത്ത ടേബിൾ സൈഡിൽ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ആദ്യം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഇയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഓരോ കോളവും ഫില്ല് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് മെയിൻ ചൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ മൊത്തം എത്ര കോളം ഉണ്ട്? ഇത് 1, 2, 3, 4 കോളം ഉള്ളത്. അപ്പൊ ഓരോ കോളത്തിൽ എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പൊ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ സിമ്പല് EIJ ഈക്വൽ ടു ഫോർമുല എന്തായിരുന്നു? കൗണ്ട് ഓഫ് AI ഇൻറ്റു കൗണ്ട് ഓഫ് BI ഡിവൈഡഡ് ബൈ N. അപ്പൊ നമുക്ക് അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഈ കോളമാണ് അല്ലേ? ഈ കോളത്തിൽ എന്താണ് വരുന്നത്? കൗണ്ട് ഓഫ് മെയിൽ ആയിട്ടുള്ള ആൾക്കാര് ഫ്രിക്ഷൻ വായിക്കുന്ന, മെയിലായിട്ട് ഫ്രിക്ഷൻ വായിക്കുന്ന എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കണം അതിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് ഈ കോളത്തിന് E11, E12, E21, E22 എന്ന് പേര് കൊടുക്കും. അപ്പൊ ഞാൻ ആദ്യം E11 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. E11ന്റെ ഫോർമുല എന്തായിരിക്കും? കൗണ്ട് ഓഫ് E11 എന്ന് പറയുമ്പോൾ മെയിൽ ആയിട്ടുള്ളവർ ഇൻറ്റു കൗണ്ട് ഓഫ് ഫിക്ഷൻ വായിക്കുന്നവർ. കൗണ്ട് ഓഫ് ഫിക്ഷൻ, മെയിലായിട്ട് ഫിക്ഷൻ വായിക്കുന്നവരാണ്, പ്രിഫർ ചെയ്യുന്നവരാണ് നോക്കുന്നത്. ഡിവൈഡ് ബൈ N. ഇത് ഫോർമുലയിലുള്ളതാണ്. ഡിവൈഡ് ബൈ N ഈക്വൽ ടു ഇപ്പൊ എന്ത് കിട്ടും? കൗണ്ട് ഓഫ് മെയിലായിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? 250. ഫിക്ഷൻ വായിക്കുന്ന എത്ര പേരുണ്ട്? സോറി, മെയിലായിട്ട് ടോട്ടൽ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 300. അതിന് ഫിക്ഷൻ വായിക്കുന്ന എത്ര പേരുണ്ട്? 450. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 300 ടോട്ടൽ കൗണ്ട് ഓഫ് മെയിൽ ഈസ് 300 ഇൻറ്റു ടോട്ടൽ കൗണ്ട് ഓഫ് ഫിക്ഷൻ ടോട്ടൽ കൗണ്ട് എത്രയാണ്? 450. അപ്പൊ 450 ഡിവൈഡ് ബൈ N. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ മൊത്തം എത്ര ഡേറ്റ സെറ്റ് ഉണ്ടെന്നുള്ളതാണ്. എത്ര ആൾക്കാർ നമ്മൾ സർവേ ചെയ്തത്? 1500 ആൾക്കാരില്ലേ? ഇതാണ് N എന്ന് പറയുന്നത് 1500. സോ 1500. അപ്പൊ 300 ഇൻറ്റു 450 ഡിവൈഡഡ് ബൈ 1500 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സീറോസ് കട്ടായി പോവും. ബാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 90 എന്ന് കിട്ടും. അപ്പോ ഫസ്റ്റ് ഈ കോൾ എത്രയാണ്? 90 ആണ് ഇവിടുത്തെ ആൻസർ. അതുപോലെ E12 കണ്ടുപിടിക്കണം. E21, E22 ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. E12 എങ്ങനെ കിട്ടും? E12 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളമാണ്. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആയിട്ട് ഫിക്ഷൻ വായിക്കുന്ന എത്ര പേര്? ഫീമെയിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 1200. അതിൽ ഫിക്ഷൻ വായിക്കുന്ന എത്ര? 450. അപ്പൊ എന്ത് കിട്ടും? 1200 ഇൻറ്റു 450 ഡിവൈഡഡ് ബൈ 1500. കട്ട് ചെയ്ത് എത്ര കിട്ടും ആൻസർ? നമുക്ക് നോക്കാം. അതുപോലെ E21 എന്ത് കിട്ടും? E21 എന്ന് പറഞ്ഞാൽ ഈ കോളമാണ്. അതായത് മെയിലായിട്ട് നോൺ ഫിക്ഷൻ വായിക്കുന്നവർ. മെയിൽ ടോട്ടൽ എത്രയാണ്? 300 ഇൻറ്റു നോൺ ഫിക്ഷൻ എത്ര പേരുണ്ട്? 1050 ഡിവൈഡഡ് ബൈ 1500. അതുപോലെ E22 എന്ന് പറഞ്ഞാൽ ഇതാണ് ഫീമെയിൽ ആയിട്ടുള്ളവരും നോൺ ഫിക്ഷൻ വായിക്കുന്നവർ. ഫീമെയിലെ ടോട്ടൽ 1200 ഇൻറ്റു നോൺ ഫിക്ഷൻ വായിക്കുന്നവരും 1050 ഡിവൈഡഡ് ബൈ 1500. ഇത് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 12ന്റെ വാല്യൂ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 360 ആണ്. ഇത് 210 കിട്ടും, 840 കിട്ടും. ഇങ്ങനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി തൊട്ട് മുന്നേ എഴുതിയ ടേബിളിൽ എഴുതിയിരിക്കുന്ന വാല്യൂ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കിട്ടിയ വാല്യൂസ് 90, 360, 210, 840 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് കണ്ടുപിടിക്കുക? ചൈ സ്ക്വയർ മെത്തേഡില് ഫോർമുലയിൽ നമ്മുടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ ഇനി ചൈ സ്ക്വയർ എടുക്കുകയാണ്. ചൈ സ്ക്വയർ ഈക്വൽ ടു ഫസ്റ്റ് എന്താണ്? ഫില്ല് ചെയ്യാം.
90, then ഇവിടെ വന്നത് 360, then 210, 840. ഇത്രയാണ് നമ്മുടെ വാല്യൂസ്. I square equal to, first എന്ത് ചെയ്യുക, 250 minus 90 the whole square divided by 90. ഫോർമുല അനുസരിച്ച് അതായത് ഒബ്സർവ്ഡ് മൈനസ് എക്സ്പെക്റ്റഡ് ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് പ്ലസ് അതുപോലെ രണ്ടാമത്തെ എന്താണ് 50 minus 210 divided by 50 minus 210 the whole square divided by 210 plus അടുത്തത് 200 minus 360 the whole square divided by 360 plus 1000 minus 840 the whole square divided by 840. ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 507.93 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചൈ സ്ക്വയർ മെത്തേഡ് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 507.93 ആയിരുന്നു. ഈ 507.93 എന്നുള്ള ആ ഒരു വാല്യൂ നമുക്കവിടെ വേണം. ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത് ചൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് ഇത്. ഇനി ടെസ്റ്റ് ചെയ്തിട്ട് ആട്രിബ്യൂട്ട്സ് എത്രത്തോളം കോറിലേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സംഭവം കൂടെ കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡം സിമ്പിൾ ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ ഫോർമുല C-1 × R-1 ആണ്. സി എന്ന് പറഞ്ഞാൽ നമ്മുടെ എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട് അതാണ് സിയുടെ വാല്യൂ. ഇവിടെ നമ്മുടെ ഓക്കെ അതാണ് സിയുടെ വാല്യൂ. ആർ എന്ന് പറയുന്നത് ബി എന്ന ആട്രിബ്യൂട്ട് എത്ര വാല്യൂസ് ഉണ്ട് അത്രയും ഓർമ്മയുണ്ടല്ലോ. സി ആർ നമ്മൾ ഏതൊരു ആട്രിബ്യൂട്ട് എടുത്തു, വേർ ദ നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ആർ സി ആൻഡ് ബി ഇസ് ദ and we take the attribute b where the number of attributes are r എന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യലി പറഞ്ഞിരുന്ന ഒരു രണ്ട് സെന്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എ എന്ന ആട്രിബ്യൂട്ട് എപ്പോഴും നമ്മൾ കോളം വൈസ് ആണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ കോളം വൈസ് റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്, മെയിൽ ഫീമെയിൽ അല്ലേ. അതായത് ഇവിടെ സിയുടെ നമ്പർ എത്രയാണ്, സി ഈക്വൽ ടു എ എന്ന ആട്രിബ്യൂട്ടിന്റെ നമ്പർ ആണ് സി. സി എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, മെയിലും ഫീമെയിലും. അതുപോലെ ആർ എന്ന ആട്രിബ്യൂട്ട് എന്താണ്, റോ വൈസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ റോ ഉണ്ട്, ഫിക്ഷൻ നോൺ ഫിക്ഷൻ 2 റോസ് ആണ് ഉള്ളത്. അപ്പൊ ആറിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്, 2. അപ്പൊ നമ്മൾ ഈ ഫോർമുല ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു C-1 × R-1 വേർ C is 2 and R is 2. അപ്പൊ എങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും 2 - 1 × 2 - 1 അല്ലെ. 2 - 1 × 2 - 1 2 - 1 1 2 - 1 1 1 × 1 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്, അതവിടെ കിട്ടി. ഇനി ഡിഗ്രി 1 ആണെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യേണ്ട വാല്യൂ 10.828 ആണ്. അത് ക്വസ്റ്റ്യൻ അങ്ങനെ കൊടുത്തിരിക്കുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി പറഞ്ഞ കേസിൽ നമുക്ക് 10.828 ആണെന്നുള്ള എടുക്കാം. അപ്പോൾ 10.828 അതിൽ കൂടുതലോ വാല്യൂ നമുക്ക് ചൈ സ്ക്വയറിന് കിട്ടിയാൽ എന്ത് ചെയ്യണം, നമ്മൾ റിജക്ട് ചെയ്യണം. അതർവൈസ് വി ക്യാൻ അക്സെപ്റ്റ് ദ വാല്യൂ. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് എത്രയാണ്, 507.93 507.93 which is greater than 10.828, right? Therefore reject the value, therefore reject it. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ ഒന്ന് റിജക്ട് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താണ്, that means or therefore attributes are correlated for given group of people. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം 2 ആട്രിബ്യൂട്ട്സും കോറിലേറ്റഡ് ആണ്. ആട്രിബ്യൂട്ട്സ് ഇവിടെ ഏതൊക്കെയാണ്, ജെൻഡർ എന്നുള്ള ആട്രിബ്യൂട്ട്, അതുപോലെ റീഡിംഗ് പ്രിഫറൻസ് എന്നുള്ള ആട്രിബ്യൂട്ട്. ബോത്ത് ദ ആട്രിബ്യൂട്ട്സ് ആർ കോറിലേറ്റഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഗിവൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഔട്ട്പുട്ട് മീൻസ് റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെക്കൻഡ് ടൈപ്പ് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിൽ വരുന്ന ചാലഞ്ചുകളിൽ ഫസ്റ്റ് വൺ നമ്മൾ എൻറ്റിറ്റി ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം പറഞ്ഞു. സെക്കൻഡ് ചാലഞ്ച് എന്ന് പറയുന്നത് റിഡൻഡൻസി കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. റിഡൻഡൻസി ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ കോറിലേഷൻ അനാലിസിസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോറിലേഷൻ അനാലിസിസ് ഫോർ നോമിനൽ വാല്യൂസ് നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലം ചെയ്തു, എക്സ്പ്ലനേഷനും കണ്ടു. അടുത്തത് ന്യൂമറിക് ഡേറ്റ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർമുലയാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഗാമ എ കോമ ബി ഈക്വൽ ടു ഗാമ എ ബി ഈക്വൽ ടു സമ്മേഷൻ സിഗ്മ ഐ ഈക്വൽ ടു 1 to n
AI മൈനസ് A bar ഇൻറ്റു BI മൈനസ് B bar ഡിവൈഡ് ബൈ N ഇൻറ്റു സിഗ്മ A ഇൻറ്റു സിഗ്മ B. ഇതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ആണ്. AI BI എന്ന് പറയുന്നത് AB എന്നുള്ള ആട്രിബ്യൂട്ടുകളുടെ കറസ്പോണ്ടിങ് ഐയുടെ വാല്യൂ ആണ്. A bar B bar എന്നുള്ളത് മീൻ വാല്യൂ ഓഫ് A ആൻഡ് B, എയുടെയും ബിയുടെയും മീൻ വാല്യൂസ് ആണ്. Then sigma A, sigma B standard deviation. Consider two numeric attributes A and B. A എന്നും B എന്നുള്ള രണ്ട് ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യുക. A and B രണ്ട് ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് ആണ്. And a set of n observations. n ഒബ്സർവേഷൻസും കൺസിഡർ ചെയ്യുക. ഒബ്സർവേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. A1, B1 സെറ്റ് ഓഫ് A1, B1 A2, B2 അങ്ങനെ n ഒബ്സർവേഷൻ ആണ്. അപ്പോൾ AN, BN ഇതായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. The mean value of A and B are also known as the expected value on A and B. നമ്മൾ തൊട്ട് മുന്നേ എയുടെയും ബിയുടെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല പറഞ്ഞായിരുന്നു, A bar B bar എന്നുള്ളത്. അപ്പോൾ A bar B bar മീൻ വാല്യൂവിനെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്നും നമുക്കിവിടെ പറയാം. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മീൻ വാല്യൂ E of A is the mean value or expected value of A. കണ്ടുപിടിക്കാനുള്ള A bar എന്നും റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ E of B is the expected value or mean value of B. അത് നമുക്ക് B bar എന്നും റെപ്രസെന്റ് ചെയ്യാം. രണ്ടിനും ഓരോ ഫോർമുല ഉണ്ട്. നോർമൽ മാക്സിലെ ഫോർമുല തന്നെയാണ്. സിഗ്മ I ഈക്വൽ ടു 1 to n AI ഡിവൈഡഡ് ബൈ n. അതുപോലെ ഇവിടെ ആണെങ്കിൽ സിഗ്മ I ഈക്വൽ ടു 1 to n BI ഡിവൈഡ് ബൈ n. ഇതാണ് ഫോർമുല. ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ ഈ മീൻ വാല്യൂ യൂസ് ചെയ്തിട്ട് കോവേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കോവേരിയൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്, വായിക്കാം. കോവേരിയൻസ് എയുടെയും ബിയുടെയും കോവേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കോവേരിയൻസ് ഓഫ് A, B, A, B ഈസ് ഈക്വൽ ടു expected value of A minus A bar and B minus B bar. ഇത് രണ്ടിന്റെയും കൂടെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുമ്പോഴാണ് A minus A ബാറിന്റെ B minus B ബാറിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കോവേരിയൻസ് ഓഫ് A, B കിട്ടും. ഈ ഫോർമുലേനെ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക. അതായത് ഈ ഒരു സംഭവത്തിന്റെ എക്സ്പാൻഷൻ ആയിട്ട് ചെയ്താൽ സിഗ്മ I ഈക്വൽ ടു 1 to n AI മൈനസ് A bar ഈസ് ദ മീൻ ആൻഡ് BI minus B bar the whole divided by n. ഇങ്ങനെയും ഫോർമുല എഴുതാം. ഇനി ഗാമ ഓഫ് A, B is equal to covariance of A, B divided by standard deviation of A into standard deviation of B. അങ്ങനെയാണെങ്കിൽ covariance of A, B is equal to expected value of A into B minus expected value of A into expected value of B. If A and B are independent, expected value of A into B is equal to expected value of A into expected value of B. അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഈ ഫോർമുലാസ് എല്ലാം എഴുതിയെടുത്തോളണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ രണ്ട് ഷോപ്പുകളുടെ ടൈം പോയിന്റ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കോവേരിയൻസിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ കൊടുത്തിരുന്നാൽ
ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കോവേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫോർമുലയിൽ ആവശ്യമുള്ള 2 ടേംസ് ആണ് എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ മീൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 2 ഷോപ്പാണുള്ളത്, ABC എന്നുള്ള ഒരു ഷോപ്പും അതുപോലെ XYZ എന്നുള്ള രണ്ടാമത്തെ ഷോപ്പും. അപ്പൊ എന്ത് ചെയ്യണം, ABC എന്നുള്ള ഷോപ്പിന്റെയും XYZന്റെയും 2 ഷോപ്പുകളുടെയും എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റഡ് വാല്യൂന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂസും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ n. അപ്പൊ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്, 6 + 5 + 4 + 3 + 2 the whole divided by ടോട്ടൽ 5 ഐറ്റം പോയിന്റ്സ് അല്ലേ ഉള്ളത്, സോ 5. അതുപോലെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് XYZ എന്നുള്ള കമ്പനിയുടേത് 20 + 10 + 14 + 5 + 5 the whole divided by 5. ഈ രണ്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഇവിടുത്തെ ആൻസർ 4 ആയിരിക്കും, ഇവിടെ 10.80 ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോവേരിയൻസ് ആണ്. കോവേരിയൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കോവേരിയൻസ് ഓഫ് A, B. ഇവിടെ ഇപ്പൊ AB എന്നുള്ള ഏതൊക്കെയാണ്, A എന്ന് പറയുന്നത് നമ്മുടെ ABC എന്നുള്ള കമ്പനി, B എന്ന് പറയുന്നത് XYZ എന്നുള്ള കമ്പനി. സോ കോവേരിയൻസ് ഓഫ് ഷോപ്പ് ABC, ഷോപ്പ് XYZ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് വാല്യൂ ഇത് എടുക്കണം. അതായത് കറസ്പോണ്ടിങ് ആയിട്ട് ABCയുടെതും XYZന്റെയും കൂടെ ഇൻറ്റു ചെയ്യണം. ABCയുടെ ഫസ്റ്റ് വാല്യൂ എന്തായിരുന്നു, 6 ഇൻറ്റു XYZ എന്നുള്ള കമ്പനിയുടെ കറസ്പോണ്ടിങ് വാല്യൂ 20. അപ്പൊ 6 × 20 പ്ലസ് അതുപോലെ രണ്ടാമത്തെ വാല്യൂ 5 × 10. ആ ABC XYZ 2 ടേബിളോടെ ഇൻറ്റു ചെയ്താൽ മതി, പ്ലസ് അങ്ങനെ എല്ലാ വാല്യൂസും ചെയ്യണം. 4 × 14 പ്ലസ് 3 × 5 പ്ലസ് 2 × 5 the whole divided by n. ഇവിടെ n എത്രയാണ്, 5. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് കിട്ടുന്നത് 7 ആണ്. സോ പോസിറ്റീവ് കോവേരിയൻസ് ആണ്. 7 മീൻസ് പോസിറ്റീവ് നമ്പർ ആണ്. പോസിറ്റീവ് കോവേരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടിയത്. പോസിറ്റീവ് കോവേരിയൻസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പോസിറ്റീവ് കോവേരിയൻസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സ്റ്റോക്ക് പ്രൈസസ് ഫോർ ബോത്ത് കമ്പനീസ് റൈസ് ടുഗദർ. അതായത് പോസിറ്റീവ് കോവേരിയൻസ് കിട്ടിയത് കൊണ്ട് 2 കമ്പനിയുടെയും ABC എന്നുള്ള കമ്പനിയുടെയും XYZ എന്നുള്ള കമ്പനിയുടെയും സ്റ്റോക്ക് പ്രൈസസ് വിൽ ഇൻക്രീസ് ഓർ റൈസ് ടുഗദർ എന്നുള്ളൊരു പോയിന്റ് ആണ് കിട്ടിയത്. നമ്മൾ അതും കൂടി ലാസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. പോസിറ്റീവ് കോവേരിയൻസ്, therefore stock prices for both rise together. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത്, തേർഡ് ചാലഞ്ച് എന്ന് പറയുന്നത് ട്യൂപ്പിൾ ഡ്യൂപ്ലിക്കേഷൻ ആയിരുന്നു. ട്യൂപ്പിൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റിഡൻഡൻസി എന്താണെന്നുള്ളത് നോക്കി. ആട്രിബ്യൂട്ട്സിൽ റിപ്പീറ്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വാല്യൂസ് വരുന്നതിനാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ റിഡൻഡൻസി പോലെ തന്നെ റിഡൻഡൻസി ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. അതുപോലെ തന്നെ ട്യൂപ്പിളിന്റെ വാല്യൂ, അതായത് റോയുടെ വാല്യൂസും റിഡൻഡന്റ് ആകാം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആവാം. അതിനെയാണ് ട്യൂപ്പിൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. The use of denormalized tables is another source of data redundancy. അപ്പോൾ നോർമലൈസേഷൻ ചെയ്യാത്ത ടേബിൾസ് യൂസ് ചെയ്യുന്നത് കാരണമാണ് ആക്ച്വലി ഈ ഒരു ടൈപ്പ് റിഡൻഡൻസി ഉണ്ടാകുന്നത്. ട്യൂപ്പിൾ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ട്യൂപ്പിൾ റിഡൻഡൻസി ഉണ്ടാകാനുള്ള കാരണം ഡീനോർമലൈസ്ഡ് ആയിട്ടുള്ള ടേബിൾസ് യൂസ് ചെയ്യുന്നതാണ്. Then inconsistency often arise between various duplicates due to the inaccurate data entry or updating some but not all the data occurrence. അതായത് നമ്മളിപ്പോൾ ഒരു തവണ ഇൻപുട്ട് ചെയ്ത ഡേറ്റ പിന്നെയും നമ്മൾ ഇൻപുട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും ആ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഡേറ്റ മൾട്ടിപ്പിൾ ടൈംസ് അവിടെ എൻട്രി ആകും. ആ ഒരു ടൈപ്പിലുള്ള ഡ്യൂപ്ലിക്കേഷനെയാണ് ട്യൂപ്പിൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ ഇൻ്റഗ്രേഷൻ്റെ 4th ചാലഞ്ച് ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ ആണ്. ഈ ഒരു ചാലഞ്ചിൽ ആക്ച്വലി ഉണ്ടാകുന്ന പ്രശ്നം ഡേറ്റ വാല്യൂസ് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ നിറയെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിലുള്ള ഡേറ്റാസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സോഴ്സുകളിലും അബ്സ്ട്രാക്ഷൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. മെയിൻലി അബ്സ്ട്രാക്ഷന് 3 ലെവലാണ് ഉള്ളത്. ഫിസിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ, ലോജിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ആൻഡ് വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വയ്ക്കുക. അതിൽ ഒരു സോഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ആണ്. വേറൊരു സോഴ്സിൽ ആ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ ലോജിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വേറൊരു സോഴ്സിൽ
വ്യൂ ലെവലാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 ടൈപ്പിലുള്ള അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്ന സോഴ്സുകളിലെ ഡേറ്റ ഞാൻ ഒരു സോഴ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആട്രിബ്യൂട്ടിൻ്റെ അബ്സ്ട്രാക്ഷൻ ലെവൽ ഡിഫറെൻ്റ് ആയില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തില്ലേ? ഇതാണ് ഈ ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഡേറ്റ എടുക്കുന്നത് കാരണം ഡിഫറെൻറ്റ് സോഴ്സിലെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതും ഒരു ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ കാരണമാകുന്നു. അതായത് ഓരോ സോഴ്സിലും ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് പല രീതിയിലാകാം, പല ഡേറ്റകളായിരിക്കാം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു സോഴ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതിന് വളരെയധികം കാരണമാകുന്നു. അപ്പോൾ ഇത്രയുമാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന കാറ്റഗറിക്കുള്ളിൽ വരുന്ന ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിലെ സെക്കൻഡ് ടെക്നിക്കായ ഡേറ്റ ഇൻ്റഗ്രേഷൻ ആണ്. ഡേറ്റ ഇൻ്റഗ്രേഷനിൽ ആക്ച്വലി 3 ചാലഞ്ചസ് നമ്മൾ കണ്ടു. ഫസ്റ്റ് വൺ റിഡൻഡൻസി ആൻഡ് കോറിലേഷൻ അനാലിസിസ്. അതിൽ തന്നെ ന്യൂമറിക്കൽ ഡേറ്റയ്ക്കും നോമിനൽ ഡേറ്റയ്ക്കും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. നോമിനൽ ഡേറ്റ ആണെങ്കിൽ കോറിലേഷൻ അനാലിസിസ് മെത്തേഡിൽ ചൈ സ്ക്വയർ ടെസ്റ്റും, ന്യൂമറിക് ഡേറ്റ ആണെങ്കിൽ കോവേരിയൻസ് കണ്ടുപിടിച്ചിട്ടുമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. റിഡൻഡൻസ് ടെസ്റ്റ് ചെയ്യുന്നത്, റിഡൻഡൻ്റ് ആണോ അല്ലേ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ എൻറ്റിറ്റി ഐഡൻറ്റിഫിക്കേഷൻ പ്രോബ്ലം നോക്കി. അതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ ഒന്നിച്ച് ചേർക്കുമ്പോൾ എൻറ്റിറ്റീസ് തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇഷ്യൂ വരുന്നു എന്ന് കണ്ടു. ദെൻ തേർഡ് ചാലഞ്ച് എന്ന് പറയുന്നത് ട്യുപ്പിൾ ഐഡൻറ്റിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ട്യുപ്പിൾ ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതിൽ നമ്മൾ ആട്രിബ്യൂട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് പോലെ തന്നെ ട്യുപ്പിൾസ് ഡ്യൂപ്ലിക്കേറ്റ് ആകുമോ എന്നുള്ളത് നോക്കി. ദെൻ ഫൈനലി ഫോർത്ത് ചാലഞ്ച് എന്ന് പറയുന്നത് ഡേറ്റ വാല്യൂ കോൺഫ്ലിക്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ. അതിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള സോഴ്സുകളിലുള്ള ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ സോഴ്സിലും ഡിഫറെൻറ്റ് അബ്സ്ട്രാക്ഷൻ ലെവൽസ് ആയിരിക്കും. സോ അത് കാരണം ആട്രിബ്യൂട്ട്സ് ഡിഫറെൻ്റ് ആകുമെന്നും, അതുപോലെ തന്നെ നോർമലി ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് എടുക്കുന്ന ആട്രിബ്യൂട്ടുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് കാരണമുള്ള ഡിഫറൻസും ഉണ്ടാകും. ഇതെല്ലാം കാരണം ഡേറ്റ വാല്യൂസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഡേറ്റ ഇൻ്റഗ്രേഷൻ്റെ ടോപ്പിക്ക് തീർന്നു. ഇനി ഡേറ്റ റിഡക്ഷനും ഡേറ്റ ട്രാൻസ്ഫോർമേഷനാണ്. അതിനി വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോർഷൻ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ID അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ മെൻഷൻ ചെയ്താൽ മതി, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.